കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് റെയിൽവേ സ്റ്റേഷനിലും ദുർഗ് പോലീസ് സ്റ്റേഷനിലും നടന്ന ചില സംഭവങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു വേദന എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇടിമിന്നൽ പോലെ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത് എൻ്റെ നാടിൻ്റെ നിയമവ്യവസ്ഥയും ജനാധിപത്യ വ്യവസ്ഥയും അന്ത്യശ്വാസം വലിക്കുകയാണോ? ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയും അത് പറയാൻ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്ത എനിക്ക് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്നു എന്നതാണ് സത്യം. കാരണം 4 ഇന്ത്യൻ പൗരന്മാരെ യാത്രാമധ്യേ മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തി അവരുടെ യാത്ര തടയുകയും അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നതിനും ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആ മതം പ്രചരിപ്പിക്കുന്നതിനും ഉള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഇന്ത്യയിൽ സാമാന്യമായി സഞ്ചരിക്കുന്നതിന് ആവശ്യമായ ഒരു കാര്യം മതിയായ റെയിൽവേ ടിക്കറ്റ്, ആധാർ കാർഡ്, ഇത്രയൊക്കെയേ ഉള്ളൂ. എന്നിട്ടും എങ്ങനെ ഇവരുടെ യാത്രയെ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായി വ്യാഖ്യാനിച്ചു? ജ്യോതി ശർമ്മയും ബജ്റംഗ് ദളിലെ മറ്റ് അംഗങ്ങളും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിലുണ്ടാക്കിയ കോലാഹലങ്ങൾ കണ്ടപ്പോൾ ഇത് മതിയായ ഒരു മതഭ്രാന്താണ് എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത്. 2 കന്യാസ്ത്രീകളെയും അവരോടൊപ്പം ജോലി ചെയ്യാനായി വന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികളെയുമാണ് ഈ ആരോപണത്തിന് ഇരയാക്കിയിട്ടുള്ളത്. സ്വന്തം കുടുംബം പുലർത്താനായി രാജ്യത്ത് അവരുടെ കുടുംബത്തിൻ്റെ അനുവാദത്തോടു കൂടെയാണ് ജോലി ചെയ്യാനായിട്ട് കുട്ടികൾ യാത്ര ചെയ്തത്. മാത്രമല്ല, അവരിൽ ഒരാളുടെ സഹോദരനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഈ ആരോപണം ഇവരുടെ മേൽ വരുന്നു? 2 കന്യാസ്ത്രീകളെ കണ്ടാൽ ഉടനെ അത് മതമായി, മതപരിവർത്തനമായി, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് വളരെ നിർഭാഗ്യകരമാണ്. മാനസിക ശാരീരിക വെല്ലുവിളികൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുക, രോഗികളായവരെ പരിചരിക്കുക, വിദ്യ കുട്ടികൾക്ക് മുതിർന്നവർക്കും പകർന്നു നൽകുക, ഇതൊക്കെ എങ്ങനെ മതപരിവർത്തനത്തിൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നു? ഇതിനെല്ലാം പിന്നിൽ ചമച്ചു തീർത്ത ഒരു നിഗൂഢ അജണ്ടയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജ്യോതി ശർമ്മയും അവരോടൊപ്പമുള്ള ബജ്റംഗ് ദൾ പ്രവർത്തകരും മതപരിവർത്തനം ആരോപിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നവർക്ക് അത് മനപരിവർത്തനത്തിനു വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണെന്നറിയാം. കാരണം ആ സ്ത്രീ ആക്രോശിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ നീ പറയണം, ഇല്ലെങ്കിൽ നിൻ്റെ മുഖത്തടിക്കും, അതർവൈസ് ഐ വിൽ സ്മാഷ് യു, എന്ന് വെച്ചാൽ ഇടിച്ച് ചമ്മന്തിയാക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഈ തരത്തിലുള്ള പ്രകോപനങ്ങളൊക്കെ നടത്തി ഒരു വ്യക്തിയെക്കൊണ്ട് നമുക്ക് എന്താണ് പറയിക്കാൻ സാധിക്കാത്തത്? അവരുദ്ദേശിക്കുന്ന രീതിയിൽ
ഈ കുട്ടികൾ മൊഴി കൊടുക്കണം. അതായത് കന്യാസ്ത്രീകൾ തങ്ങളെ നിർബന്ധപൂർവം കൊണ്ടുവരികയാണ്, നിർബന്ധിച്ച് ജോലി എടുപ്പിക്കുകയാണ്, ഞങ്ങളെ മതപരിവർത്തനത്തിലൂടെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളാണ് അവരാഗ്രഹിക്കുന്നത്. യഥാർത്ഥം അതല്ല. അവർ എത്രയോ കാലമായി യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. അത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കണ്ടെത്താം. അവർ വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ പറയുമ്പോൾ കുട്ടികൾ ഹല്ലേലൂയ എന്ന് കൈ ഉയർത്തി പറയുന്നു. അതിലവർക്കൊരു സങ്കോചവുമില്ല. കാരണം അവർ യേശു ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസികളാണ്. ഇത്തരത്തിലുള്ള അർത്ഥശൂന്യമായ പ്രവൃത്തികൾ കൊണ്ട് ഒരു ക്രിസ്ത്യാനിയും ഇവിടെ ക്രിസ്തു തൻ്റെ രക്ഷകനാണെന്ന് ഏറ്റുപറയാൻ മടിക്കുന്നില്ല. കാരണം ബൈബിൾ വായിക്കുന്നവന്, യേശുവിൻ്റെ ജീവിതം അറിയുന്ന വ്യക്തിക്കറിയാം, പച്ചമരത്തോടിത് ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്. അതായത് മനുഷ്യപുത്രനായി യേശുവിന് സംഭവിച്ചത് നമുക്കറിയാം. പീഡ സഹിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഏറ്റവും നികൃഷ്ടമായ മരണമാണ് ലോകം വിധിച്ചത്. ആ ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ഇത് തന്നെയാണ് വഴി. അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് സന്യാസ സമൂഹം മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേടിപ്പിക്കൽ കൊണ്ടൊന്നും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അടക്കി നിർത്താമെന്നോ ക്രിസ്ത്യാനികളെ പാടെ തുടച്ചു നീക്കാം എന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. ഇനി മറ്റൊരു കാര്യം പറയട്ടെ. മതപരിവർത്തനമാണ് കന്യാസ്ത്രീകൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിലെ മുതിർന്ന നേതാക്കളായ നിർമ്മല സീതാരാമൻ അടക്കം പലരും ക്രൈസ്തവ മിഷണറിമാരുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്. മതപരിവർത്തനത്തിന് തുനിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അവരൊന്നും അവരവരുടേതായ മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സ്ഥാനത്തുണ്ടാകുമായിരുന്നില്ല. ഇത് തന്നെ മതപരിവർത്തനമല്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആധാരം എന്നതിന് തികഞ്ഞ തെളിവല്ലേ. പല കാലങ്ങളിലായി ടെസ്റ്റ് ഡോസുകൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. ഗ്രഹാം സ്റ്റെയിൻ, റാണി മരിയ, ഇങ്ങനെ തുടർന്ന് പലരുടെയും ജീവൻ എടുത്തുകൊണ്ട് പേടിപ്പിച്ചു നോക്കുകയാണ്. ജീവനും ജീവിതവും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച ഒരു ക്രിസ്ത്യാനിയെ ഒരിക്കലും ഇത്തരത്തിലൊന്നും പേടിപ്പിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അതുപോലെ തന്നെ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനത്തെയും ഒരു തരത്തിലും പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഇത് ഞങ്ങൾ യേശുവിന് കൊടുത്ത വാക്കാണ്. കാരണം അന്ത്യവിധി ദിവസത്തിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദൈവത്തിൻ്റെ ചില ചോദ്യം ചെയ്യലുകളുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് സന്ദർശിച്ചു. എനിക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു, നീ എന്നെ പഠിപ്പിച്ചു. ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ധാരാളം പ്രേരണകളാണ് ക്രിസ്തുമതം മുന്നോട്ട് വയ്ക്കുന്നത്. ജീവിതാവസാനം ഇതിനൊക്കെ ഒരു ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. അതുകൊണ്ട് അവസാനത്തെ ക്രിസ്ത്യാനിയും തൻ്റെ അവസാന തുള്ളി രക്തം ചിന്തി മരിക്കുന്നതുവരെ ഈ സൽപ്രവർത്തികൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. ഇതിനെ മതപരിവർത്തനമെന്നോ മനുഷ്യക്കടത്തെന്നോ അതിലും മോശമായ എന്തെങ്കിലും വാക്കോ വിളിച്ചുകൊള്ളുക, ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ നിങ്ങളുടെ മനപരിവർത്തനം, കുറച്ചുകൂടെ വിശാലമായ ഒരു ചിന്താഗതി വളർത്തിക്കൊണ്ട് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അന്യായമായി വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ സന്യാസിനിമാർക്ക് എന്ന് മാത്രമല്ല, ഇന്ന് അവരുടെ ഊഴം, നാളെ അത് ഞങ്ങളുടേതാകാം. നീതി നടപ്പാക്കി കൊടുക്കണമെന്ന് ഭരണകൂടത്തോട്
തൊഴുകൈയോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.